ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. ഇന്ന് നമുക്ക് കൈപ്പയ്ക്കയും ഇരുമ്പും പുളിയൊക്കെ ചേർത്ത് നല്ലൊരു അടിപൊളി ചാറുകറി ഉണ്ടാക്കാം. ഇതൊരു തനി നാടൻ കറിയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇരുമ്പുളിയുടെ സീസൺ ആയ കാരണം ഒരുവിധം എല്ലാ വീട്ടിലും ഇരുമ്പുളി ഉണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലും ഇങ്ങനെ ഇരുമ്പുളിയൊക്കെ ഇല്ല കാരണം പൊട്ടിച്ചിട്ടുണ്ടാക്കുമ്പോൾ പ്രത്യേക സന്തോഷമാണ്. ഇതെല്ലാം കറിക്കൊന്നും വേണ്ട. ഇതൊന്ന് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാനും അതേപോലെ കുറച്ച് അപ്പുറത്തെ വീട്ടിൽ കൊടുക്കാനൊക്കെയാണ് എടുത്തേക്കണേ. നമുക്ക് 15 to 20 മീഡിയം സൈസ് ഇരുമ്പുളി മതി. ഇത് നന്നായി കഴുകി രണ്ടറ്റം കളഞ്ഞ് വട്ടന അല്ലെങ്കിൽ നീളന ഇതേപോലെ അരിഞ്ഞെടുക്കാം. അടുത്തത് ഒരു ചെറിയ കൈപ്പയ്ക്ക് എടുക്കുക. ഇതിനേക്കാളും കുറച്ചും കൂടി വലുതായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇത്ര തന്നെ മതി. ഇതും കഴുകി വൃത്തിയാക്കി ഇതേപോലെ അരിഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഇരുമ്പുളി നീളന തന്നെ അരിഞ്ഞേക്കണേ, അപ്പോൾ അത് കാരണം കൈപ്പയ്ക്ക് നീളന അരിഞ്ഞിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല കയ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് തീരെ പറ്റുന്നില്ലെങ്കിൽ ഹാഫ് ആൻ അവറിന് ചൂടുവെള്ളത്തിലിട്ട് വെക്കുക. പക്ഷേ ഈ കയ്പും പുളിയൊക്കെ ചേരുമ്പോഴാണ് നമ്മുടെ കറിക്ക് അടിപൊളി ടേസ്റ്റ്. അപ്പോൾ മാക്സിമം ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ നോക്കുക. പിന്നെ അത് തന്നെ ഹെൽത്തി. ഇനി അതിലേക്ക് ആവശ്യമില്ല മറ്റുള്ള സാധനങ്ങൾ നോക്കാം. ഇതേപോലെ ഒരു ചെറിയ സവാള എടുത്തിട്ട് അരിഞ്ഞെടുക്കുക. വലുതാണെങ്കിൽ പകുതി മതി. 4 അല്ലി വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ 7-8 എടുക്കാം. പിന്നെ 4 വലിയ പച്ചമുളകും. ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. അടുത്തത് ഒരു ചെറിയ തേങ്ങയുടെ പകുതി ചിരകിയെടുക്കുക. കപ്പിൻ്റെ അളവിലാണെങ്കിൽ 1.5 കപ്പൊക്കെ ചിരകിയെടുക്കാം. ഇത് മിക്സിയുടെ ചെറിയ ജാറിൽ ചേർക്കുക. അതിനുശേഷം 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതാ നോക്ക് ഇങ്ങനെ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. നാടൻ കറിയായ കാരണം നമുക്ക് ചട്ടി തന്നെ യൂസ് ചെയ്യാം. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച കൈപ്പയ്ക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകിൽ നിന്ന് 2 എണ്ണം ചേർത്ത് കൊടുക്കുക. അതേപോലെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയിൽ നിന്നും കുറച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില. പിന്നെ ഈ കൈപ്പയ്ക്കൊക്കെ മുങ്ങിക്കിടക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കണേ. ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്ത് മൂടി വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് തിളപ്പിക്കണം. ഇപ്പോൾ കൈപ്പയ്ക്കൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈപ്പയ്ക്ക 1/4 വേവാവണ വരെ വേവിക്കുക. അങ്ങനെ നമ്മുടെ കൈപ്പയ്ക്ക അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് മാറ്റി വെക്കുക. അടുത്തത് ഒരു കടായി എടുക്കുക. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചെറുതായി ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് വാടി കിട്ടാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. അങ്ങനെ ഉള്ളി വാടി ലൈറ്റ് ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം. ഈ ഒരു സമയത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി പൊടികളുടെ പച്ചമണം പോണ വരെ നന്നായി വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം ലോ ആയിട്ട് വെച്ചോളോ. ഇപ്പോൾ പൊടികളൊക്കെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ച ഇരുമ്പുളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം 1-2 മിനിറ്റ് അങ്ങനെ തന്നെ വഴറ്റുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം കടായി മാറ്റി നേരത്തെ കൈപ്പയ്ക്ക വേവിച്ച് വെച്ച ചട്ടി വീണ്ടും അടുപ്പിലേക്ക് വെക്കുക. എന്നിട്ട് ഈ വഴറ്റി വെച്ച ഇരുമ്പുളി ചട്ടിയിലേക്ക് ചേർക്കുക. നമ്മുടെ കടായി നോൺ സ്റ്റിക്ക് ആയ കാരണം അതിലെല്ലാം ചട്ടിയിലേക്ക് പോന്നിട്ടുണ്ട്. ഇനി അങ്ങനെ പോകുന്നില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം എല്ലാം ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്തത്. പിന്നെ ചേർക്കുന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം തന്നെ ചേർത്തോളോ. ഇരുമ്പുളിയും കൈപ്പയ്ക്കൊക്കെ മുങ്ങിക്കിടക്കുന്നതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ അങ്ങനെ മുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി എല്ലാം കൂടി മൂടി വെച്ചിട്ട് ഒന്ന് തിളച്ചോട്ടെ. 1-2 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായി തിളച്ച് കിട്ടും. ഇതേപോലെ. ഇനി നേരത്തെ അരച്ചു വെച്ച തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം.
ഇതിൻ്റെ മുമ്പ് ഞാൻ പരിപ്പും ഇരുമ്പുളിയും തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കാണണം. പിന്നെ പരിപ്പും ഇരുമ്പുളിയും തേങ്ങ അരയ്ക്കാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം മിക്സിയിലെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് കറിയിൽ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ അത് ചേർക്കാം. അതേപോലെ നിങ്ങൾക്ക് ഗ്രേവി കുറവാണെന്ന് തോന്നുമെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ചേർക്കാം. ഞാനിവിടെ വീണ്ടും 3/4 കപ്പ് ചൂടുവെള്ളം ചേർക്കുകയാണ്. ഇപ്പം നല്ല ലൂസായിട്ടാണ് ഗ്രേവി ഉള്ളത്. ഇനി ഇത് തിളച്ച് വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിക്കോളും. ഇപ്പം കറി തിളച്ച് തേങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അതേപോലെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് കാണുന്നുണ്ട്. പിന്നെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ഒക്കെ പെർഫെക്റ്റ് ആണ്. നിങ്ങൾക്ക് ഇനിയും തിക്കായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി നേരം ഇട്ട് തിളപ്പിക്കാം. അപ്പോൾ കറി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പും എരിവൊക്കെ ചെക്ക് ചെയ്യാം. എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കാൻ വേണ്ടി ഒരു ചെറിയ പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ പൊട്ടാൻ തുടങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പിലയും 2-3 വറ്റൽമുളക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. അതൊന്നായി വരുമ്പോൾ 4-5 ചെറിയുള്ളി വട്ടനെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അതൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 10 to 15 മിനിറ്റ്സ് കറി മൂടി വെക്കുക. 15 മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറക്കാം. ആഹാ, നല്ല അടിപൊളി കടുക്കും ഉലുവയും വേപ്പിലയുടെ ഒക്കെ മണം. അപ്പം ഇതാണ് നമ്മുടെ കറി. അത്യാവശ്യം നല്ല ചാറുണ്ട്. ഇത് നല്ലൊരു ഒഴിച്ചുകറിയാണ്. അതേപോലെ കൈപ്പക്കയുടെ ആ കയ്പും ഇരുമ്പുളിയുടെ പുളിയും പിന്നെ എരിവൊക്കെ കൂടുമ്പോൾ സംഗതി വേറെ ലെവലാണ്. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഈ സീസണിന് പറ്റിയൊരു കറിയാണ്. പിന്നെ ഇപ്പം നോയമ്പൊക്കെ വരാൻ പോവാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.